ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ? തെയ്യത്തിന് പോകും. ഞങ്ങൾ കണ്ണൂർ തെയ്യത്തിന് പോകും. അവൻ്റെ അമ്മ വീട്ടി 10-30 പിള്ളേരുണ്ട്. രണ്ടാമത്തോട്ടാണ് അവൻ്റെ വീട്ടിൽ 10-30 പിള്ളേരുണ്ട്. ഞങ്ങളെ കൊണ്ട് അവന് ഭയങ്കര ചെലവാണ്. ഗൈസ്, കണ്ണൂർ എത്തിയിട്ട് തെയ്യം കാണിച്ചുതരാം. നിങ്ങൾ കണ്ടാണെന്നില്ല. ഞാനും ആദ്യമായിട്ട് പോകും. ഞങ്ങളെല്ലാം ആദ്യം പോകും. രാവിലെ 3-4 മണിക്കൂറായിട്ട് ട്രെയിനിൽ നിന്ന് മിക്കവാറും പുറത്താക്കും. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ ലാൻഡ് ചെയ്തു. നമ്മുടെ ഡെസ്റ്റിനേഷന്റെ പേരെന്താ? തലശ്ശേരി. പാരീസ് ഹോട്ടലിൽ വന്നു. പക്ഷെ ഹോട്ടൽ അടവാണല്ലേ. 4:30 മുതലേ ഉള്ളൂ. ഗൈസ്, വൈകിട്ട് 4:30 മുതലേ ഉള്ളൂ. നോമ്പ് കാരണം നമ്മൾ വേറെ വല്ലയിടത്തും പോയി. ആഗ്രഹിച്ചു ഞാൻ നടന്നില്ല. ഒതന്റിക് കണ്ണൂർ ബിരിയാണി, കിടല ബിരിയാണി. കണ്ണൂർ എന്നിട്ട് ഫുഡ് ഗുഡ് ഫുഡ്. വിശപ്പ് മാറിയില്ല. അവിടുന്ന് നേരെ നമ്മുടെ തട്ടത്തിമറയത്തും തല്ലുമലൊക്കെ ഷൂട്ട് ചെയ്ത കടൽപ്പാലത്തിലോട്ട് പോയി. തലശ്ശേരി വന്നിട്ട് പാരീസ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും നടന്നില്ലത്. കല്ലുമൊക്കെ കഴിക്കുക. അപ്പം കാക്കനാട് കാക്കപ്പുറത്താണ് കാണിച്ചത്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അപ്ഡേറ്റ് രാജ്. അതും പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവനാണ് നമ്മുടെ സ്വന്തം മണി. ഈ മണി പറയുക ഈ ബലേനോ ആൾട്ടോ കണ്ടിട്ട് ഓൾട്ടോ മോഡിഫൈ ആണ്. അവസാനം തന്നെ ബാക്ക് കൊണ്ട് കാണിച്ചപ്പോഴാണ് എന്റെ തർക്കം തീർന്ന. ആൾട്ടോ കണ്ടിട്ട് ഓൾട്ടോ മോഡിഫൈ. മണ്ണി പൊക്കം മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം തീരെയുണ്ട്. അതെ, പഠിക്കാൻ കുറച്ച് നല്ല ബുദ്ധിയുണ്ട്. വേറൊരു കാര്യത്തിൽ മണ്ണി. ആരും ഒന്നും വിചാരിക്കരുത്, പട്ടണത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് നമ്മുടെ ലൊക്കേഷനായ കടവത്തൂരോട്ടുള്ള ബസ് കയറി. ഓൺ ദ വേ അവിടുത്തെ ഏതോ ഫേമസ് അമ്പലത്തിലെ തിരക്കാണിത്. അങ്ങനെ നമ്മൾ തെയ്യം കാണാൻ വന്ന നമ്മുടെ പാഞ്ഞനുള്ള അമ്പലത്തിന്റെ അടുത്തെത്തി. അമ്പലത്തിന്റെ തൊട്ടടുത്താണ് വീടെന്നും പറഞ്ഞോണ്ട് ഏതോ വഴി കൂടിയൊക്കെ അവന്റെ വീട്ടിലോട്ട് എത്തിച്ച്. ഓൾറെഡി നല്ല ലേറ്റ് ആണ് ഞങ്ങൾ. പിന്നെ എല്ലാവരും തെയ്യം കാണാൻ നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കും. ഇനി തെയ്യത്തിന്റെ പരിപാടിയായിട്ട് അടുത്തുള്ള പോയി കാണാം. അപ്പൊ ഓക്കെ, ബൈ.